ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സൂപ്പാണ്. കൊറോണയൊക്കെ വ്യാപകമായ ഈ സമയത്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡിഷാണ് സൂപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ എല്ലോട് കൂടിയതാണ് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, ചതച്ച വെളുത്തുള്ളി 4 എണ്ണം, 2 ചെറിയ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തത്, ചതച്ച ഇഞ്ചി 1 പീസ്, സെലറി, പിന്നെ അതിലേക്ക് ആവശ്യമായ 1.5 ലിറ്റർ വെള്ളം, ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഉപ്പ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തത്. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ സ്റ്റോക്കാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. നമുക്കൊരു കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതിൽ വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. വിസിൽ വന്നതിന് ശേഷമാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നത്. വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞ് ഞാനൊന്ന് തുറക്കുകയാണ് കേട്ടോ. ഇത് ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുത്തത്. കാരണം എൻ്റെ കുക്കറിൻ്റെ വിസിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത്. ഇനി ഇത് തിളച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിലും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ നിന്ന്. ഞാനപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് അതിലുള്ള ചിക്കൻ്റെ പീസൊക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ചിക്കൻ്റെ പീസെല്ലാം മാറ്റിക്കഴിഞ്ഞ് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇതരിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ചിക്കൻ്റെ പീസിനെ എല്ലുമെന്ന് മാംസമൊക്കെ വേർപെടുത്തി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ചിക്കൻ്റെ പീസിൽ നിന്ന് ഈ മാംസമൊക്കെ വേർതിരിച്ചെടുക്കുക. എല്ല് മാറ്റിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ എല്ലാനും മാംസം മാത്രം എടുത്തിട്ട് കൊടുക്കുക. അങ്ങനെ ചിക്കൻ്റെ മാംസമൊക്കെ ഞാനൊന്ന് മിക്സിയിലേക്കിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടിയുള്ളൊരു പാത്രം വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെണ്ണ ചേർത്ത് കൊടുക്കാം. വെണ്ണയൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ സവാള, ക്യാരറ്റ്, സെലറി
കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. വേവണ്ട, കാരണം നമ്മത് ചിക്കൻ്റെ സ്റ്റോക്കിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ വെന്തോളും. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പച്ചക്കറിയിലേക്ക്. ഫ്ലെയിം മീഡിയത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ബട്ടർ തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തുന്നുള്ളൂ. വെജിറ്റബിൾ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അതും ഒന്ന് ശ്രദ്ധിച്ചേക്കാം, കരിഞ്ഞു പോകാതെയും അടി ഇതാവാതെയൊക്കെ. ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമ്മളുടെ ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത്ര എരിവ് മതി, അതുകൊണ്ട് ഞാൻ അതേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കുറവ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, കൂടുതൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, പോരെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ സൂപ്പ് നന്നായി തിളച്ച് 2-3 മിനിറ്റ് തിളച്ചിട്ടുണ്ടായി. അതിൽ വെജിറ്റബിളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കോൺഫ്ലവറൊക്കെ ചേർത്ത് നമ്മളുടെ സൂപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ. വേണ്ട, നല്ല തിക്കായ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചിക്കൻ സൂപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വെറൈറ്റി ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം.